എൻ്റെ പേര് ശിവകുമാർ. എൻ്റെ സ്ഥലം ഡീസൻ്റ് മുക്കിലാണ്, കൊല്ലം ഡീസൻ്റ് മുക്ക്. എനിക്ക് ഒരു 3 മാസമായിട്ട് മലബന്ധത്തിനൊരു തടസ്സമുണ്ടായി. അങ്ങനെ ഞാനൊരു അടുത്തുള്ളൊരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഗ്യാസ്ട്രോ സർജനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സർക്കാർ ആശുപത്രികളിലൊക്കെ സന്ദർശിച്ചു. അവിടെ നിന്ന് ഒരു തൃപ്തികരമല്ലാഞ്ഞ് കണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മെഡിറ്റിന ഹോസ്പിറ്റലിൽ ഒരു ബൈജു സേനാപതിവൻ എന്നൊരു ഡോക്ടറുണ്ട്. അങ്ങനെ ആ ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങളിവിടെ വന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ആദ്യത്തെ ദിവസം തന്നെ പരിശോധിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നത്, നമുക്കൊന്ന് കൊറോണോസ്കോപ്പി ചെയ്ത് നോക്കാം, നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽ പറയാം എന്ന് പറഞ്ഞു. കൊറോണോസ്കോപ്പി ചെയ്തപ്പോൾ എൻ്റെ കുടലിൻ്റെ ഭാഗത്തൊരു ടിസ്റ്റ് വളരുന്നതായിട്ട് ഡോക്ടർ കണ്ടു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് മാറ്റണം, മാറിയില്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളിവിടെ അഡ്മിറ്റാവുകയും സർജറി ചെയ്യുകയും ഇപ്പോൾ സർജറി ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ശിവകുമാറിന് റെക്ടൽ കാർസിനോമയായിരുന്നു, അതായത് മലാശയത്തിലുണ്ടാകുന്ന ക്യാൻസർ. ഇപ്പോൾ മലാശയത്തിലുണ്ടാകുന്ന ക്യാൻസർ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ സർജറി ആദ്യം ചെയ്യേണ്ടി വരും. മറ്റു ചിലർക്ക് അതിൻ്റെ വ്യാപനത്തിൻ്റെ തോതനുസരിച്ച് ആദ്യം റേഡിയേഷനോ കീമോതെറാപ്പിയോ ആദ്യം കൊടുത്തിട്ട് പിന്നെ സർജറി ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന് പക്ഷേ ആദ്യ സർജറിയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സർജറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടുപ്പെല്ലിൻ്റെ വളരെ താഴെയായിട്ടായിരുന്നു ക്യാൻസർ ലൊക്കേറ്റ് ചെയ്തിരുന്നത്. റെക്ടത്തിൻ്റെ തന്നെ ലോവർ ആസ്പെക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമമുള്ള ഏരിയ ആണത്. അതുകൊണ്ട് നമ്മുടെ മോഷൻ മുറിക്കുന്നതിനുള്ള പേശികളെ നിലനിർത്തിക്കൊണ്ട് വേണം അതിനുള്ള ഓപ്പറേഷൻ ചെയ്യുവാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കീഹോൾ സർജറി വഴിയാണ് അത് നീക്കം ചെയ്തത്. അപ്പം പകരം മലാശയത്തിൻ്റെ രൂപത്തിൽ അവിടെ വൻകുടലിനെ കൊണ്ടുവന്ന് പിടിപ്പിക്കണം. ഈ നമ്മൾ പിടിപ്പിക്കേണ്ടിയിരുന്ന വൻകുടലിൻ്റെ രക്തഓട്ടത്തിന് സംശയകരമായ രീതിയിൽ കോട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം വൻകുടൽ നീക്കം ചെയ്തിട്ട് കുറച്ച് പ്രോക്സിമലായിട്ടുള്ള, കുറച്ച് മുമ്പേ നിന്നുള്ള കോളനാണ് കൊണ്ടുവന്ന് ഈ മലാശയമായി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ശരിക്കും കൂട്ടിച്ചേരുന്നിടം വരെ, അത് ഹീൽ ചെയ്യുന്നിടം വരെ നമ്മളൊരു ഇലിയോസ്റ്റമി എന്ന് പറയുന്ന താൽക്കാലികമായി മോശം പുറത്തു പോകുന്നതിന് അത് ചെയ്തിട്ട് പിന്നൊരു 4 ആഴ്ച കഴിഞ്ഞിട്ട് അത് തിരിച്ചാക്കിയിരിക്കുകയാണ്. ഇപ്പം നോർമൽ രീതിയിലാണ് അദ്ദേഹത്തിന് മോശം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോപ്സി റിപ്പോർട്ട് പ്രകാരം കുറച്ച് കീമോതെറാപ്പി വേണ്ടി വരും, മറ്റൊന്നും ആവശ്യമായി വരുന്നില്ല. അദ്ദേഹം നല്ല ജീവിതം നയിക്കുന്നു. നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം നടന്നു. ഇപ്പോഴും ഇന്നും ഞങ്ങൾ ഡോക്ടർ വന്ന് കണ്ടു, ഒരു പ്രശ്നങ്ങളുമില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഡോക്ടർ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു. എൻ്റെ അസുഖത്തിന് നല്ല ട്രീറ്റ്മെൻറ്റും ഡോക്ടർ തന്നതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡോക്ടർ ബൈജു സേനാപതി സാർ, കൂടെ ഉള്ള ഡോക്ടേഴ്സ്, ബാക്കി ഇവിടുത്തെ സ്റ്റാഫും എല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു. അതിനകത്ത് എനിക്ക് പരിപൂർണ സംതൃപ്തിയുണ്ട്. ഞാൻ അതിന് നന്ദി രേഖപ്പെടുത്തുന്നു.